ഹായ് ഓൾ. അപ്പോൾ ദേ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ ഞാൻ കുറേ ഒന്നും ഇട്ടില്ല, കാണുന്നവർക്ക് ബോറാവുമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇവർ തന്നെയാണല്ലോ എപ്പോഴും എടുക്കുന്നത്, ഈ എൻ്റെ മക്കളും പിന്നെ ഈ ഘോഷയാത്രയിൽ കുറച്ച് ഭാഗമുള്ളൂ കേട്ടോ. എല്ലാവരും എടുക്കാൻ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ ഇട്ടേനെ. ഇവർ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ബോറാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെ കുറച്ച് കുറേ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മയും എൻ്റെ ഒരു മോളും കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതൊരു വേറെ അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ ഈ ഒരുക്കങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ മോൾക്ക് കൃഷ്ണനാവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അവളെ കൃഷ്ണനാക്കാൻ വേണ്ടി നേരത്തെ ഇവിടെ കൊണ്ടുവന്നു. നേരത്തെ തന്നെ ഒരുക്കങ്ങളൊക്കെ നടത്തി കുട്ടീനെ റെഡിയാക്കി വെച്ചിട്ടാ. അപ്പം മോനാണെങ്കിൽ അവൻ വേണ്ട, അവന് കൃഷ്ണനൊന്നും ആവണ്ടെന്ന് വാശി പിടിച്ചു. പിന്നെ ഞങ്ങൾ എന്നാൽ വേണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ട് മോളായത് കണ്ടപ്പോൾ അവന് വാശി, അവനും ആവണം. അങ്ങനെ അവന് കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ, അവനെയും പെട്ടെന്നാക്കി. അങ്ങനെ നമ്മൾ അപ്പുറത്തെ അമ്പലത്തിൽ പോയി. അപ്പോൾ അതേ അവർ രണ്ട് ചെറിയ കുട്ടികൾ നിൽക്കില്ല, അത് രണ്ടും എൻ്റെതാണ് കേട്ടോ, ട്വിൻസാണ് അവർ. അപ്പോൾ അതേ ഇവിടെ ഡാൻസും ഇതൊക്കെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളുടെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അവളാണെങ്കിൽ ഹൈദരാബാദിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അവളില്ല കേട്ടോ, ഹസ്ബൻഡ് ഗൾഫിലുമാണ്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ എൻ്റെ മക്കളെ ഏജുള്ളൊരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അവളുള്ളത് കാരണം നമ്മൾ അവിടെ പോയി. സാധാരണ നമ്മൾ കുരുക്ഷേത്ര എന്ന് പറഞ്ഞൊരു ക്ലബ്ബിലാണ് പോവാറ്. നമ്മൾ കുട്ടികളൊന്നും ആക്കാറൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ ജനിച്ച് പിന്നെ ഇങ്ങനെ കൃഷ്ണനായിട്ടുള്ളത്. രണ്ടാളും കൃഷ്ണനായിട്ടാണ്, ഒരു മോനൊരു മോളാണ് എനിക്ക്. അപ്പോൾ രണ്ടാൾക്കും കൃഷ്ണനാവാന്നൊരു ആഗ്രഹം, അങ്ങനെ ആക്കി ഇതേ നിൽക്കണം കേട്ടോ അവർ രണ്ടാളും. അങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കൃഷ്ണനാക്കിയത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ പോണ വഴിക്കൊക്കെ കഴിക്കാനൊക്കെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കട്ടെ, അല്ലെങ്കിൽ വിശന്ന് തളർന്നാലോ. എന്നിട്ട് ഇവിടുന്ന് അവിടം വരെ ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ ഒന്നും ഇങ്ങനെ നടന്നെങ്കിലും പിന്നെ അങ്ങോട്ട് എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. വാശിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതേ ഓടക്കുള്ളിൽ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മനോട് പറയേണ്ടടി അത് മേടിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടും കേൾക്കണമൊന്നുമില്ലായിരുന്നു കേട്ടോ അവർ. അങ്ങനെ ഇപ്പോൾ ഒരു പെൺകുട്ടി അമ്മൂസിനെ കൈ പിടിച്ചുകൊണ്ട് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ടാണ്. പക്ഷെ നമ്മളെ കൈ തെറ്റുമ്പോഴത്തേനും ഇവർ റോഡിൽ കൂടെ ഓടും കേട്ടോ ഇവർ. ഇപ്പോൾ ദേ കണ്ട കടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അമ്മ പറയും ഈ കൈ മാറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മോന്. അവന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും പിന്നെ അവിടെ ചെന്നെല്ലാവരും ചെയ്യണുണ്ടപ്പോൾ ഇഷ്ടമായി. ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ അത് ഇരുന്നൊക്കെ തുടങ്ങിയിട്ടാണ്, ചിലർ നിന്നും ഇരുന്നൊക്കെ. അപ്പോഴത്തേ കാലുകഴപ്പൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. നടന്ന് വയ്യാണ്ടായി. വരുമ്പോൾ നമ്മൾ ബസ്സിന് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്നിട്ട് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയാലും അവിടെ നിൽക്കും, പിന്നെയും കുറച്ച് നടക്കും. അങ്ങനെ ഇപ്പോൾ കുറേ ക്ലബ്ബുകാരൊക്കെ കൂടും. ഒരു അമ്പലം ഉണ്ട് കേട്ടോ, ആശ്ശേരി അമ്പലം എന്ന് പറയാം. അവിടെ എല്ലാവരും കൂടി കൂടും. അപ്പോൾ അതേ നല്ല ഇരുട്ടായി. അമ്മൂനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ചേട്ടൻ നോക്കണം. പക്ഷെ അവൾ നിന്നൊന്നും കൊടുക്കണ്ടായിരുന്നില്ല. പാവട്ടെ, അത് ഒരുപാട് നോക്കി. ഇവൾ നിന്ന് കൊടുക്കണേ ഇല്ല. മോനെയും കുറേ സമയം വീഡിയോ എടുക്കാൻ നോക്കി. അവനെ കുറച്ചൊക്കെ എടുത്തെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ഇതിലിട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആശ്ശേരി അമ്പലത്തിലെത്തി. അവിടെ കുറേ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ, കുറേ വീഡിയോസ്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റണില്ല കേട്ടോ, ഇവരെ എടുത്തിട്ടൊക്കെ. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ പറ്റിയേനെ. അപ്പോൾ അതേ ഒരു നീലക്കണ്ണം പോയിട്ട് അതുകൊണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അതിൻ്റെ ഇടയിൽ ഇതേ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കുറേ വീഡിയോസ് എടുക്കുകയും ചെയ്തിട്ട്. അപ്പോൾ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഭാഗത്തൊക്കെ കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇപ്പം ഇങ്ങനെ. പിന്നെ ഇതേ കുഞ്ഞിക്കണ്ണന്മാർ. ഇപ്പോൾ ഇതേ എൻ്റെ അക്കുടുമോൻ, അവൻ ഇത് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോൾ ഇതേ അത് മേടിച്ചപ്പോൾ ഇതേ അവളെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അഴിഞ്ഞൊക്കെ വീഴാനായി. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെയും അതെടുത്തിട്ടതായോ എന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു കേട്ടോ. അത് നമ്മൾ അമ്പലത്തേക്ക് കയറ്റി തൊഴിപ്പിച്ചിട്ടോ, അന്ന് ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ നമുക്ക് അവിലും ഒക്കെ തന്നു. അപ്പോൾ അതേ ഒരു കുഞ്ഞി ആനയുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് കരഞ്ഞിട്ട് അപ്പോൾ അവിടെയൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ അതേ കുറേ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എടുക്കായിരുന്നെങ്കിൽ അടിപൊളിയായി ഞാൻ. എന്നാലും എന്നെ കൊണ്ട് പറ്റിയ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ ഇവർ രണ്ടാളൊന്നും ഒരുമിച്ച് കിട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ ഞാൻ കുറേ നോക്കി, പക്ഷെ രണ്ടാളും ഒരുമിച്ച് നിൽക്കണില്ല കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ്റെ മോള് പറഞ്ഞു, ചേച്ചി ഈ ഒരു ഫോട്ടോ രണ്ടാളും എടുക്കുക. പിന്നെ ഇവരെ കൂടെ നാച്ചു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അവളെ കൂടെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അതെടുക്കണില്ല കേട്ടോ. അതിന് നിന്നേരില്ല കേട്ടോ. ഇപ്പം ഈ ആനനെങ്ങനെ തട്ടിപ്പൊട്ടിയൊക്കെ നോക്കണം കേട്ടോ. അത് അനങ്ങോന്നാണ് ഈ നോക്കണത്.
ആ ചേട്ടൻ പല വഴി നോക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുക, പക്ഷെ രണ്ടാളൊന്നും വരണില്ല കേട്ടോ. അപ്പോൾ അത് കഴിയാനായിട്ട് പ്രോഗ്രാം കഴിയാനായി, അതിൻ്റെ ഒരു കലാശക്കൊട്ടാന്ന് തോന്നിട്ടായി കാണുന്നത്. ഇതോടുകൂടി നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതോടുകൂടി കഴിഞ്ഞപ്പോൾ കുറേ ആ നീലക്കണ്ണൻ എടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.